कथा सुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष और बंटी बॉय। भारत है രണ്ടുപേരും ഒറ്റ ചോക്ലേറ്റിന് വേണ്ടിയാണ് തമ്മിൽ തല്ലണത്. മോനെ ക്രിഷ്, നിനക്കും ആ ചോക്ലേറ്റ് വേണമെങ്കിൽ നീയും നല്ല കളി കളിക്കേണ്ടി വരും. ശരി ശരി ട്രിഷ്, ചോക്ലേറ്റ് 50-50 എടുക്കാം. ഓക്കേ 50-50. ദേ എന്റെ ചാൻസ്. ബൾട്ടി ബോയ് നിർത്തിക്കോ. എന്തു പറ്റി ക്രിഷ്? ഇത് ഭയങ്കര അനീതിയാണ്. എന്തനീതി? ട്രിഷ്, ബൾട്ടി ബോയുടെ വായ നിന്റെതിനേക്കാൾ വലുതാണ്. ചോക്ലേറ്റ് 50-50 അല്ല, 80-20 ആണ് ആകാൻ പോകുന്നത്. പിന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ 80 ആർക്കാ കിട്ടാൻ പോകുന്നത്, പിന്നെ 20 ആർക്കാ കിട്ടാൻ പോകുന്നതെന്ന്. ആ ചോക്ലേറ്റ് എനിക്ക് തന്നേക്ക്, ഞാൻ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരാന്നേ. വേണ്ട, നീ ഡിവൈഡ് അല്ല ചെയ്യാൻ പോകുന്നത്, ഡിവൈഡ് ആൻഡ് ലൂട്ട് ആണ്, ബ്രിട്ടീഷുകാരെ പോലെ. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ ട്രിഷ്, എന്നെ ഒന്ന് വിശ്വസിക്കേ. ശരിയാണ്, ഈ ഇംഗ്ലീഷുകാരുടെ ഫ്രണ്ട്ഷിപ്പില് നമ്മൾ ഇന്ത്യക്കാര് വിശ്വസിച്ചതുപോലെ എല്ലാ ഇന്ത്യക്കാരും വിശ്വസിച്ചില്ല. ചില സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു, തിൽക മാഞ്ചിയെ പോലെയുള്ളവർ. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയെ എതിർത്ത് അവർക്കെതിരെ സമരം ചെയ്തിരുന്നു. തിൽക്കമാഞ്ചിയോ? ആരാണ് ഈ തിൽക്കമാഞ്ചി? ഹേയ് സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. മാഞ്ചി ഒരു വനവാസിയായിരുന്നു. അദ്ദേഹം സന്തൽ പർഗനയിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് 1750-ലായിരുന്നു. വെറും 13 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ഗ്രാമത്തിന്റെ മാഞ്ചി അഥവാ ആ ഗ്രാമത്തിന്റെ നേതാവായി തീർന്നിരുന്നു. 1770-ൽ നടന്ന വലിയ വരൾച്ചയിൽ സന്തൽ പർഗനയും ഉണങ്ങി വരണ്ടുപോയിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളും അവരുടെ മൃഗങ്ങളും വിശന്ന് മരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിൽ പോലും ലാഭം കണ്ടെത്താൻ ശ്രമിച്ചു. നികുതി കെട്ടാൻ പണമില്ലാതിരുന്ന ആ പാവങ്ങളുടെ ഭൂമി വരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടി. നികുതി തരണം, അല്ലെങ്കിൽ ഭൂമി തരണം. ബ്രിട്ടീഷുകാരുടെ ഈ ക്രൂരതകളെല്ലാം കണ്ട് തിൽക്കമാഞ്ചിയുടെ ഉള്ളിൽ വിപ്ലവത്തിന്റെ ഒരു തീനാളം തന്നെ രൂപപ്പെട്ടു. അദ്ദേഹം ഒളിച്ചിരുന്ന് ഇംഗ്ലീഷുകാർക്ക് പണി കൊടുത്തുകൊണ്ട് തന്നെ തന്റെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഇംഗ്ലീഷുകാർ തന്റെ ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള തേനീച്ചക്കൂട്ടിലേക്ക് അമ്പെയ്തു. തേനീച്ചകൾ ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് കുത്തി. കുത്തുകൊണ്ട ഇംഗ്ലീഷുകാർ തിരിഞ്ഞു നോക്കാതെ ഓടി. കൊള്ളാം തിൽക്ക. കണ്ടില്ലേ ചന്ദൻ, ഈ ബ്രിട്ടീഷുകാരെ നമ്മൾ തേനീച്ചകളെ ആക്രമിക്കുന്ന പോലെ ഒരുമിച്ച് ആക്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ ഓടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും എന്ന് വെച്ചാ ബാക്കി മാഞ്ചിയോ? നീ എല്ലാവരെക്കാളും ചെറിയ മാഞ്ചിയാണ് തിൽക്ക. നീ പറയുന്നത് ആരും കേൾക്കാൻ പോകുന്നില്ല. ഇത് കേട്ട തിൽക്ക മാഞ്ചി എല്ലാ മാഞ്ചികളെയും വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. എല്ലാ മാഞ്ചികൾക്കും വേണ്ടി രത്തൻജി അന്ന് സംസാരിച്ചു. നികുതി അടയ്ക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയാണ് കിട്ടുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ വരൾച്ചയുടെ കാലത്ത് ഇരട്ടി നികുതിയോ? എന്നിട്ട് നമ്മുടെ ധാന്യങ്ങൾ തന്നെ നമുക്ക് 10 ഇരട്ടി വിലയ്ക്ക് നൽകും. ഇത് കൊള്ളയാണ്, കൊള്ള. ഇന്ന് നമ്മൾ ഇവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഈ കാട് പോലും ബാക്കിയുണ്ടാവില്ല. അവരുടെ തോക്കുകൾക്ക് മുന്നിൽ വലിയ വലിയ രാജാക്കന്മാർ വരെ മുട്ടുകുത്തിയതാണ്. നീയാണോ അവരെ തടയാൻ പോകുന്നത്? ആ, നാളെ ഞാനും എന്റെ കൂട്ടുകാരും വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ധാന്യം തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കണം. സുഹൃത്തുക്കളെ, തിൽക്കയ്ക്ക് ഇപ്പോഴും ബുദ്ധി ഉറയ്ക്കാനുള്ള പ്രായമായിട്ടില്ല. അവൻ പറയുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. വാ പോകാം. എല്ലാ മാഞ്ചികളെയും രത്തൻജി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ തിൽക്ക തോൽവി സമ്മതിച്ചില്ല. അദ്ദേഹം തന്റെ കൂട്ടുകാരെ ഒപ്പം കൂട്ടി. നാളെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ധാന്യങ്ങളെല്ലാം അവരുടെ പത്തായപ്പുരയിൽ എത്തുന്നതിന് മുൻപ് തിരിച്ചു പിടിക്കണം. ഇംഗ്ലീഷുകാർ ധാന്യങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ഗോഡൌണിലേക്ക് പോകുമ്പോൾ തിൽക്ക മാഞ്ചി അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം വന്ന് അവരെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഇംഗ്ലീഷുകാർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. തിൽക്ക മാഞ്ചിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ആ ധാന്യങ്ങളെല്ലാം സമാഹരിച്ചു. എന്നിട്ട് ആ ധാന്യങ്ങളെല്ലാം ഗ്രാമത്തിലുള്ളവർക്ക് വീതിച്ചു നൽകി. നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങള് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരില്ലായിരുന്നോ? തിൽക്ക മാഞ്ചിയുടെ ഈ വിജയം കണ്ട് രത്തൻജിയും അവരുടെ കൂട്ടരും ഉണർന്നു. അവരപ്പോൾ തിൽക്കയെ കാണാനായി വന്നു. എനിക്ക് മാപ്പ് തരണം തിൽക്ക.
ഇന്നു മുതൽ നീ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. തിൽക്ക മാഞ്ചിയുടെ ഈ സാഹസികതയെക്കുറിച്ച് കൊൽക്കത്തയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മനസ്സിലാക്കി. അപ്പോഴത്തെ ഗവർണർ വാറൻ ഹാസ്റ്റിംഗ്സ് വളരെയേറെ അസ്വസ്ഥനായി. ആരാണ് തിൽക്ക മാഞ്ചെ? ചെറിയൊരു ഗ്രാമത്തിന്റെ മാഞ്ചി, അതായത് നേതാവാണ്. ഗവർണർ ജനറൽ, നമ്മൾ ഈ ആദിവാസികളോട് സൗഹൃദം സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. അവരെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. നോ അഗസ്റ്റസ്, സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. തിൽക്ക മാഞ്ചയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ശിക്ഷിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യക്കാർ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തിൽക്ക മാഞ്ചയെ തടവിലാക്ക് നൗ. ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിംഗ് ഓർഡർ കൊടുത്ത ഉടനെ ഇംഗ്ലീഷ് പട്ടാളക്കാർ തിൽക്ക മാഞ്ചിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. നിങ്ങളുടെ തിൽക്ക എനിക്കറിയില്ല യജമാനനെ. ഒരു വശത്ത് ബ്രിട്ടീഷുകാർ തിൽക്കാമാഞ്ചിയെ കാട് മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മറുവശത്ത് തങ്ങളുടെ കൂട്ടരെ ഒന്നിച്ചു ചേർത്ത് ഒരു പട തന്നെ ഉണ്ടാക്കുകയായിരുന്നു തിൽക്കാമാഞ്ചി. അവർ ബ്രിട്ടീഷുകാരെ കൊള്ളയടിച്ചു തുടങ്ങി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള തിൽക്കാമാഞ്ചിയുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത്. മറ്റൊരു വലിയ ചുവടുവയ്പ്പിന് തയ്യാറെടുക്കുകയായിരുന്നു തിൽക്കാമാഞ്ചി. അതിൽ ബ്രിട്ടീഷ് ഭരണം ഞെട്ടിവിറയ്ക്കാൻ പോവുകയായിരുന്നു. തിൽക്ക തന്റെ കൂട്ടുകാരോട് രാംകാറിലുള്ള ബ്രിട്ടീഷ് കണ്ടോൺമെന്റ് ആക്രമിക്കാനായി ആവശ്യപ്പെട്ടു. ഒരുപാട് ഇംഗ്ലീഷ് പട്ടാളക്കാർ ഇതിൽ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം തിൽക്ക മാഞ്ചി കണ്ടോൺമെന്റ് കീഴടക്കി. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ബ്രിട്ടീഷുകാർ തന്ത്രപരമായൊരു തീരുമാനമെടുത്തു. വലിയ ശല്യമായല്ലോ ഈ ഗ്രാമവാസികളെ കൊണ്ട്. ഗ്രാംഘട്ടിലെ നമ്മുടെ ആസ്ഥാനം അവര് പിടിച്ചെടുത്തു. അഗസ്റ്റസ് എങ്ങനെ കൺട്രോൾ ചെയ്യും ഇവരെ? ഒരു മാർഗമേ ഉള്ളൂ സർ, ഡിവൈഡ് ആൻഡ് റൂൾ. അഗസ്റ്റസ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന വാഗ്ദാനം നൽകി. ഞാനൊരു വനവാസി പ്ലാറ്റൂൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ വനവാസികൾക്ക് മാത്രമാണ് ജോലി കിട്ടാൻ പോകുന്നത്. ജോലിയോ? ആ, ഞങ്ങൾ വനവാസി യുവാക്കളെ കമ്പനി ആർമിയിലേക്ക് ട്രെയിൻ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് അവർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കും. ശമ്പളോ? അതും മാത്രമല്ല, നിങ്ങൾ മാഞ്ചികളുടെ നികുതി ഇന്നു മുതൽ ഞാൻ കുറച്ചിരിക്കുന്നു. അഗസ്റ്റസ് പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം തിൽക്കയുടെ ഫ്രണ്ടായ ജോനാഥൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഈ കാര്യം തിൽക്കയോടും മറ്റു മാഞ്ചികളോടും ഒരുപാട് പറഞ്ഞു. മാഞ്ചിമാർ ഓഗസ്റ്റസ് തന്റെ സുഹൃത്താണെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ സൈന്യത്തിലേക്ക് പയ്യന്മാരെ വിട്ടിട്ട് ശമ്പളമായിട്ട് പൈസ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലെന്താ തെറ്റുള്ളത്? നമ്മുടെ മക്കൾ വിശന്ന് മരിക്കുന്നത് എത്ര നാൾ നമ്മൾ കാണേണ്ടി വരും? നമ്മൾ ഈ വിപ്ലവമൊക്കെ വിട്ടിട്ട് അഗസ്റ്റസിന്റെ പ്ലാറ്റൂണിൽ ചേരുന്നതായിരിക്കും നല്ലത് തിൽക്ക. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതെല്ലാം അവരുടെ തന്ത്രമല്ലേ? ഒരു കൈ കൊണ്ട് നമുക്ക് പൈസ തരും, മറു കൈ കൊണ്ട് നമ്മുടെ ഭൂമിയും തട്ടിയെടുക്കും. സമ്മതിച്ചു തിൽക്ക. എങ്കിൽ നീ ഞങ്ങൾക്ക് കുറച്ച് കാശുതാ. വാ പോകാം. ഇത് പറഞ്ഞതിനു ശേഷം രക്തൻജി എല്ലാ കൂട്ടാളികളെയും കൂട്ടി അവിടെ നിന്നും പുറപ്പെട്ടു. ഇവരെയല്ല, ഓഗസ്റ്റസ് ക്ലീവ്ലാൻഡിനെയാണ് തടയേണ്ടത്. തിൽക്ക മാഞ്ചി കൃത്യസമയം നോക്കി അഗസ്റ്റസ് ക്ലീവ്ലാൻഡിനെ കൊലപ്പെടുത്തി. ഓഗസ്റ്റസ് ക്ലീവ്ലൻഡ് മരിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ വീണ്ടും ഒരു തന്ത്രം മെനഞ്ഞു. പൈസയുടെ അത്യാഗ്രഹം കൊണ്ട് രത്തിൻ മാഞ്ചി തിൽക്കയുടെ താവളം അവർക്ക് കാണിച്ചു കൊടുത്തു. ഇംഗ്ലീഷുകാർ തിൽക്ക മാഞ്ചിയെ പിടികൂടി. പിന്നീട് വലിച്ചിഴച്ച് ബാഗൽപൂരിലേക്ക് കൊണ്ടുപോയി. ബാഗൽപൂരിൽ കവലയുടെ നടുക്കുവെച്ച് നാട്ടുകാരുടെ മുൻപിലിട്ട് ഇംഗ്ലീഷുകാർ തിൽക്കയെ വീണ്ടും മർദ്ദിച്ചു. അടിക്കാൻ പറ്റുന്നത്രയും നിങ്ങൾ അടിക്ക്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇന്നല്ലെങ്കിൽ നാളെ ഞാനല്ലെങ്കിൽ വേറൊരു കാടിന്റെ മകൻ ഈ ഭൂമിയെ നിങ്ങളുടെ അനീതിയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൂക്കിക്കൊല്ലുവനെ right now. പിന്നീട് അതേ കവലയിൽ വെച്ച് ഇംഗ്ലീഷുകാർ തിൽക്ക മാഞ്ചിയെ തൂക്കിലേറ്റി. അന്ന് തിൽക്കയുടെ മരണമല്ല സംഭവിച്ചത്. പകരം
ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ജനനമാണുണ്ടായത്. നീ പറഞ്ഞത് ശരിയാണ് തൃഷ്. തിൽക്കാമാഞ്ചി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയൊരു ഹീറോയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശില്പം അദ്ദേഹത്തെ തൂക്കിക്കൊന്ന അതേ ഭാഗൽപൂർ സ്ക്വയറിൽ ബഹുമാനാർത്ഥം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഭാഗൽപൂർ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റി തിൽക്കാമാഞ്ചി ഭാഗൽപൂർ യൂണിവേഴ്സിറ്റി എന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് വലിയ ത്യാഗമാണ് ചെയ്തത്. എന്നിട്ട് എനിക്ക് ഈ ചോക്ലേറ്റ് പോലും ത്യാഗം ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഇതാ ട്രിഷ്, ഈ ചോക്ലേറ്റ് നിനക്കുള്ളതാണ്. ശരി താ. ശരിക്കും മേടിച്ചെടുത്തു. ഈ ചോക്ലേറ്റ് നമുക്ക് 4 മുറിക്കാം. ഈ 4 ഭാഗമായിട്ട് തിരിച്ചെന്തിനാ? നമ്മുടെ എലിപ്പട്ടാളത്തിന് വേണ്ടി. തിൽക്കാമാഞ്ചി സിന്ദാബാദ്. അഭിമാനത്തോടെ പറയൂ. भारत है हम. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.